സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു വീഡിയോ ആണ്. കോൺക്രീറ്റിലൂടെ നമ്മൾ ഇലക്ട്രിക്കൽ പൈപ്പ്, അതായത് സീലിങ്ങിലൂടെ നമുക്ക് പോയിന്റ് എല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ മുമ്പായിട്ട് നമ്മൾ കോൺഡക്റ്റിംഗ് ചെയ്യാറുണ്ട്. ജംഗ്ഷൻ വെച്ച് കണ്ട് ഇവിടേക്ക് പോയിന്റ് വേണ്ട എന്ന രീതിയിൽ കോൺഡക്റ്റിംഗ് ചെയ്യാറുണ്ട്. ഇപ്പോൾ അത് എങ്ങനെ ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്, അതായത് ഫയർ പമ്പ്, അതുപോലെയുള്ള സീവേജ് ടാങ്ക്, ഒരുപാട് പമ്പുകൾ വരുന്നുണ്ട്. മോട്ടറും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു പമ്പ് ഹൗസാണിത്. അപ്പോൾ അതിൻ്റെ ടെറസാണ് ഈ കാണുന്നത്. കോൺക്രീറ്റിംഗ് ആണ്. അപ്പോൾ നാളെ കോൺക്രീറ്റിംഗ് ആണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ പൈപ്പ് ഇടാൻ വേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ വളരെ കുറഞ്ഞ ഭാഗം നമ്മൾ ചെയ്യാനുള്ളൂ. കാരണം ഒരുപാട് ഇതിലൊരു 3/4 ഭാഗത്തോളം ഒരുപാട് ടാങ്ക്, വാട്ടറിൻ്റെ ടാങ്കാണ് വരുന്നത്. അപ്പോൾ ആ ടാങ്കുള്ള ഭാഗത്തൊന്നും നമുക്ക് ലൈറ്റ് പോയിന്റിൻ്റെ ആവശ്യം വരുന്നില്ല. അവിടെ ഒരു ഇലക്ട്രിക്കൽ റൂമുണ്ട്. അതായത് മോട്ടർ, പമ്പ് ഹൗസ്, ട്രീറ്റ്മെൻറ്റ് പമ്പുകൾ, അതുപോലെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഏരിയ വരുന്നുണ്ട്. ഒരു കുറഞ്ഞ ഭാഗമേ വരുന്നുള്ളൂ. ആ ഒരു ഏരിയയിൽ മാത്രം നമുക്ക് 6 ലൈറ്റ് പോയിന്റ് മാത്രമേ ഇവിടെ വെക്കാനുള്ളൂ നമുക്ക്. അപ്പോൾ അതിൻ്റെ ഒരു കോൺക്രീറ്റിലെ പൈപ്പിംഗ്, അപ്പോൾ അതിൻ്റെ ഒരു പൈപ്പിങ്ങും കാര്യങ്ങളും നമുക്ക് നോക്കാം. അത് കുറഞ്ഞ പോയിന്റേ വരുന്നുള്ളൂ, ഒരു 6 ലൈറ്റ് പോയിന്റേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട്, എവിടെയൊക്കെ ലൈറ്റ് പോയിന്റ് വേണ്ടതെന്നുള്ളതിൻ്റെ. സീലിംഗിൽ തന്നെ ഇവിടെ ഒരു കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുമ്പ് എവിടെയൊക്കെ പോയിന്റ് വേണ്ടതെന്നുള്ളതിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഞാൻ ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു പോയിന്റ് വരുന്നുണ്ട്. അതിന് വേണ്ടി ഒരു 2-way ജംഗ്ഷൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു ഏരിയ 2 ലൈറ്റ് പോയിന്റ്, അതുപോലെ അപ്പുറത്ത് 2 ലൈറ്റ് പോയിന്റ്, ടോട്ടൽ 6 പോയിന്റ് നമുക്ക് ആകെ ഉള്ളത്. അതിന് വേണ്ടി മാർക്കൊക്കെ ചെയ്ത് കറക്റ്റ് സെൻറ്ററിൽ തന്നെ ജംഗ്ഷൻ വെച്ച് റെഡി ആക്കിയിട്ടുണ്ട്. ഇതെല്ലാം കണക്ട് ചെയ്ത് അതേമാതിരി സോൾവെന്റ് ഒക്കെ ചെയ്തിട്ട് പൈപ്പെല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കാണ്ട് റെഡി ആക്കിയിട്ടുണ്ട്. ഇവിടെ പൈപ്പൊക്കെ ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ ലൈറ്റ് പോയിന്റ് ഇറക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കോർണറിൽ ഇവിടെ ഇറക്കുന്നുണ്ട് നമ്മൾ. അതായത് പിന്നീട് നമുക്ക് സ്വിച്ച് ബോർഡിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഏരിയ നോക്കിയിട്ടുള്ളത്. അതുപോലെ ഇവിടെ 3-way ജംഗ്ഷൻ വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരു ഇവിടെ ഒരു സ്വിച്ച് ബോർഡിലേക്ക്, അതിന് വേണ്ടി ചെറിയൊരു ഗ്യാപ്പ് ആക്കിയിട്ട് നമ്മൾ ഇവിടെ ഒരു ബെൻഡ് ഇട്ട് താഴേക്ക്, പിന്നീട് നമുക്ക് സീലിംഗിൽ ഇറക്കിയതിന് ശേഷം വാളിലൂടെ താഴെ നിൽക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ഒരു കട്ട് ചെയ്തിട്ട് അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ആകെ ടോട്ടൽ 6 പോയിന്റേ വരുന്നുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ പൈപ്പിംഗ് എല്ലാം ചെയ്ത് കഴിഞ്ഞ ശേഷം ഞാൻ വിശദമായിട്ട് എങ്ങനെ ചെയ്തു എന്നുള്ളതിൻ്റെ നെക്സ്റ്റ് ഇതിൻ്റെ വീഡിയോ നമ്മൾ കാണിച്ചു തരാം. ഇത് പൈപ്പിംഗ് എല്ലാം ചെയ്തതിന് ശേഷം. ഇവിടെ ഒരു ലാസ്റ്റ് ലൈറ്റ് പോയിന്റ് ഉണ്ട്, 6ാമത്തെ ലൈറ്റ് പോയിന്റ് ഇവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് ജംഗ്ഷന് ഒരു 1-way ജംഗ്ഷൻ വെച്ചിട്ടുണ്ട്. നല്ല ഹൈ ക്വാളിറ്റി ISI മുദ്രക്കുള്ള സ്കിൻടെക് നല്ല ജംഗ്ഷൻ വെച്ചിട്ടുണ്ട്. കാരണം ഈ കോൺക്രീറ്റിലുള്ള പൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ നല്ല ഡീപ്പ് ജംഗ്ഷൻ, നല്ല ഹെവി, നല്ല ക്വാളിറ്റിയിൽ തന്നെ വെക്കാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ എന്തെങ്കിലും ഈ കോൺക്രീറ്റ് സമയത്ത് പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ സോൾവെന്റ് ചെയ്തിട്ടില്ല. ഇതെല്ലാം കൂടി പൈപ്പെല്ലാം ജോയിന്റ് ആക്കിയ ശേഷം ഒരുമിച്ച് തന്നെ നമുക്ക് സോൾവെന്റ് ചെക്ക് ചെയ്യാം. നേരത്തെ വിളിച്ചു കുറെ പറഞ്ഞു കൊടുത്ത് വിളിക്കാൻ തുടങ്ങിയ മൂപ്പര് ഒരേ വിളിയാണ്. എല്ലാ പൈപ്പ് നമ്മൾ കറക്റ്റ് അളവൊക്കെ എടുത്ത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കെല്ലാം ചെയ്യേണ്ടത് ഇനി സോൾവെൻ്റൊക്കെ തേച്ച് നല്ല കറക്റ്റ് ഫിക്സ് ആക്കണം. അതിന് വേണ്ടി ഇപ്പോൾ സോൾവെൻ്റ് തേക്കണം. അപ്പോൾ അതുപോലെ സോൾവെൻ്റ് നല്ല ഉഷാറാക്കി തേച്ചിട്ട് വേണം നമുക്ക് ഫിറ്റ് ചെയ്യാൻ. എന്നാൽ നമുക്ക് വീണ്ടും കോൺക്രീറ്റ് എന്തെങ്കിലുമൊക്കെ ഇളകിയാലൊന്നും അത് ഊരിപ്പോരാൻ പാടില്ല. അതിന് വേണ്ടി നമ്മൾ കറക്റ്റ് നല്ല ഫിറ്റ് ആക്കി പൈപ്പ് സോൾവെൻ്റൊക്കെ തേക്കും. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും ചെയ്യണം. ഇത് കഴിഞ്ഞിട്ട് ഇത് ഫിറ്റ് ചെയ്തതിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിന് ശേഷം പറയുന്നുണ്ട്. അപ്പോൾ നമ്മളെ സുഹൃത്തുക്കളെ, നമ്മളെ പൈപ്പ് കോൺക്രീറ്റിംഗ് പൈപ്പിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. പൈപ്പ് ഫിറ്റാക്കി നമ്മൾ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു. പോയിന്റ് വേണ്ട മാർക്ക് ചെയ്ത സ്ഥലങ്ങളിലൊക്കെ 6 പോയിന്റാണ് വേണ്ടിയിരുന്നത്. ഞാൻ ഒരു ഭാഗത്തേക്ക് കാണിച്ചു തരാം. ഇവിടെ ഒരു പോയിന്റ് ചെയ്തിട്ട് നമ്മൾ 2-way ജംഗ്ഷൻ വെച്ചിട്ടുണ്ട്. അതുപോലെ അപ്പുറം 2-way, അതിൻ്റെ അപ്പുറം ഒരു 2-way വെച്ചിട്ടുണ്ട്. അതുപോലെ ലാസ്റ്റ് 2 3-way വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ നമ്മൾ ഡ്രോപ്പ് ഇറക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്ഥലത്ത് നമ്മൾ ഇറക്കിയിട്ടുള്ളത് ഉണ്ടോ. ഇവിടെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് നമ്മൾ ചിപ്പ് ചെയ്തിട്ട് ഈ താഴേക്ക് ഇറക്കിയിട്ടുണ്ട്. ഇവിടെ താഴേക്ക് ഇറക്കിയിട്ടുണ്ട്. ബാക്കി നമുക്ക് സ്വിച്ച് ബോർഡിലേക്ക് താഴേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇവിടെ നമ്മൾ ബീം ആദ്യം ബീം ചെയ്ത സ്ഥലത്ത് നമ്മൾ കുറച്ച് ചിപ്പ് ചെയ്തിട്ട് താഴേക്ക് ഇറക്കിയിട്ടുള്ളത്. അത് നേരെ നമ്മൾ ലൈറ്റ് പോയിന്റിലേക്ക് പോയി 2-way ജംഗ്ഷൻ വെച്ചിട്ടുണ്ട് ഇവിടെ.
പിന്നെ പ്രത്യേക കാര്യം പറയണ്ടേ, ഞാൻ എല്ലാ സ്ഥലത്തും ഇതുപോലെ ചെയ്യുന്നിടത്ത് ഈ നമ്മൾ ഈ ജംഗ്ഷൻ വരുന്ന ഭാഗങ്ങളിൽ നമ്മൾ ഇതുപോലെ ഒരു കാർബോർഡോ അങ്ങനെ എന്തെങ്കിലും വെക്കാറുണ്ട്. കാരണം നമ്മൾ ഈ കോൺക്രീറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പലക അതുപോലെ സപ്പോർട്ടെല്ലാം എടുക്കുമ്പോൾ നമുക്ക് ഈ ജംഗ്ഷൻ എവിടേക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഈ കാർബോർഡ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതാകുമ്പോൾ താഴെ തന്നെ കാണുമ്പോൾ ജംഗ്ഷൻ കണ്ടെത്താൻ വേണ്ടി വളരെ അധികം ബുദ്ധിമുട്ടുണ്ടാവില്ല. പലപ്പോഴും നമ്മൾ പല സൈറ്റുകളിൽ നമുക്ക് ഒരുപാട് ലെങ്ത് എല്ലാം വരുന്ന സ്ഥലങ്ങളിൽ ഒരുപാട് പോയിന്റെല്ലാം വരുന്നിടത്ത് ജംഗ്ഷനെല്ലാം കണ്ടെത്താൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവില്ലേ. വാട്ടർ ലെവലിൽ പൈപ്പ് തള്ളിയിട്ടും അതുപോലെ കണ്ടെത്താൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവില്ലേ. ചിലപ്പോൾ ഉള്ളിലേക്ക് കയറിയോ അത് കോൺക്രീറ്റിന്റെ ഉള്ളിലേക്ക് കുറച്ച് കയറിപ്പോയ ഭാഗങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ജംഗ്ഷൻ കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടും. അപ്പോൾ ഇതുപോലെ ഇനിയിപ്പോൾ കുറച്ച് ജംഗ്ഷൻ കുറച്ച് പൊന്തിയിട്ടുണ്ടെങ്കിലും നമുക്ക് കുഴപ്പമില്ല. കാർബോർഡ് കാണുന്നതാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ചിപ്പ് ചെയ്തിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയും. അതിന് വേണ്ടിയാണ് ഞാൻ ഈ കാർബോർഡ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പലരും പല ഐഡിയയിലും ചെയ്യുന്നതായിരിക്കും. ഞാനിങ്ങനെയാണ് ചെയ്യാറ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇതുപോലെ ചെയ്തോ. അതുപോലെ ഇവിടെ ലൈറ്റ് പോയിന്റ് വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഈ ലൈറ്റ് പോയിന്റ് വരുന്ന ഭാഗങ്ങളിലൊക്കെ പൈപ്പ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതുവരെ സോൾവെന്റ് നിങ്ങൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം. സോൾവെന്റ് എന്തായാലും ചെയ്യണം കേട്ടോ. നല്ല ഗമ്മൊക്കെ ഇട്ട് നല്ല സോൾവെന്റൊക്കെ ആക്കിയിട്ടാണ് ഇത് ഫിറ്റ് ആക്കിയിട്ടുള്ളത്. അതുപോലെ ഈ ഒരു ഭാഗത്ത് ഞാനിങ്ങനെ താഴേക്കൊരു ഡ്രോപ്പ് ഇറക്കിയിട്ടുണ്ട്. സ്വിച്ച് ബോർഡ് ഇവിടെ വേണമെങ്കിൽ ഇവിടെയും യൂസ് ചെയ്യാന്നുള്ള രീതിയിൽ 3 ഭാഗത്തായിട്ട് ഞാൻ ഡ്രോപ്പ് ഇറക്കിയിട്ടുണ്ട്. അതായത് ഏതെങ്കിലും ഒരു പൈപ്പ് പൊട്ടിപ്പോവുക എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ നമുക്ക് മറ്റേ ഭാഗത്തിലൂടെ ഇറക്കാം എന്നുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിനുശേഷം പൈപ്പ് തകണോ ഇവിടെ കമ്പിക്ക് ഹിന്ദിക്കാർ കമ്പിക്കെല്ലാം കെട്ടുന്ന കെട്ടുകമ്പി ഉണ്ടല്ലോ, അതുപോലെ തന്നെ നമ്മൾ പൈപ്പിനും കെട്ടുകമ്പി ഉപയോഗിച്ചിട്ട് ഇതെല്ലാം നല്ല ഉഷാറാക്കി കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് പൈപ്പൊന്നും അല്ലാണ്ട് അനങ്ങിപ്പോകുക അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല. നമ്മളെല്ലാം ഡീപ്പ് ജംഗ്ഷൻ ആട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. 3 വേ 2 വേ 1 വേ ഇതെല്ലാം ഡീപ്പ് ജംഗ്ഷൻ ഉപയോഗിച്ചിട്ടുള്ളത്. കോൺക്രീറ്റ് എല്ലാവരും ഡീപ്പ് ജംഗ്ഷൻ ഉപയോഗിക്കണം, അതാണ് ഏറ്റവും നല്ലത്. നല്ല ഹെവി ഹൈ ക്വാളിറ്റി ഉള്ള ഡീപ്പ് ജംഗ്ഷൻ ഉണ്ടാവും. അതുപോലെ പൈപ്പ് ഉപയോഗിച്ചിട്ടുള്ളത് നമ്മൾ ബാൽക്കോ കമ്പനീൻ്റെ പൈപ്പാണ്. ബെൻഡും നല്ല ബെൻഡാണ്, എവർഷൈൻ്റെ ബെൻഡാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. സാധാരണ ഉപയോഗിക്കുന്നത് തന്നെ നല്ല ക്വാളിറ്റിയുള്ള സംഭവങ്ങളാണ്. കോൺക്രീറ്റിനാകുമ്പോൾ നമ്മൾ എന്തായാലും കൺസിഡറായി പോകുന്നതെന്ന് പറയരുത്. നല്ല ക്വാളിറ്റിയുള്ള പൈപ്പിനെ മാക്സിമം നമ്മൾ ഉപയോഗിക്കണം. അതുപോലെ ഇവിടെ ഒരു ഡ്രോപ്പ് ഇറക്കിയിട്ടുണ്ട്. അങ്ങനെ 3 ഭാഗത്തായിട്ടാണ് നമ്മൾ ഡ്രോപ്പ് ഇറക്കിയിട്ടുള്ളത്. ഏതെങ്കിലും ചാൻസിൽ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ പൊട്ടിപ്പോവേ എന്തെങ്കിലും വരാൻ നല്ലൊരു ചാൻസ് ഉണ്ടെങ്കിൽ നമുക്ക് മറ്റേലോട്ട് ഇറക്കിയിട്ട് എന്തായാലും നമുക്ക് സർക്യൂട്ട് കിട്ടണം. അതിന് വേണ്ടി നമ്മൾ 3 ഭാഗത്ത് ഇറക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ലാസ്റ്റ് പോയിന്റ് അവിടെ 1 വെച്ചാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ലാസ്റ്റ് പോയിന്റ് അങ്ങനെ ടോട്ടൽ 6 പോയിന്റാണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഇത് വലിയ സംഭവമൊന്നുമല്ല, ചെറിയൊരു ഇതന്നെ ഉള്ളൂ. നമ്മൾ വീട് വയറിങ്ങിലൊക്കെ ഇതുപോലെ ഇതിലും വലുതൊക്കെ ഉണ്ടാവും. അതുപോലെ ബിൽഡിങ്ങിലൊക്കെ ഇതുപോലെ ഒരുപാട് ചെയ്യാനുണ്ടാവും. ഇതൊരു ചെറിയൊരു പാർട്ടേ ഉള്ളൂ. എന്നാലും ഒരുപാടുണ്ടെങ്കിലും ഈ ഒരു ഐഡിയ തന്നെയാണ് എല്ലാ കാര്യത്തിലും മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ ഞാൻ സർക്യൂട്ടിന് വേണ്ടിയിട്ട് പൈപ്പ് അടിച്ചില്ല. പല ബിൽഡിങ്ങിലൊക്കെ നമ്മൾ സർക്യൂട്ട് ഉണ്ടാവും. അപ്പോൾ സർക്യൂട്ടിനാണെങ്കിൽ DBന്ന് ഓരോ എവിടെയാണ് സ്വിച്ച് ബോർഡ് വരുന്നത് അവിടത്തേക്ക് കൂടി ഒരു പൈപ്പ് കൂടി എക്സ്ട്രാ കിട്ടും, അത്രേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തന്നെ. ഇവിടെ നമുക്ക് ഒരുപാട് കോൺക്രീറ്റ് ഉണ്ട്, പക്ഷെ എന്നാലും ഈ ഒരു കുറഞ്ഞ ഭാഗത്ത് മാത്രമേ ഉള്ളൂ നമ്മൾ ഇലക്ട്രിക്കൽ റൂം. ബാക്കിയെല്ലാം നമ്മളെ വാട്ടറിന്റെ ടാങ്ക് അതുപോലുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ അവിടെ നിന്ന് ലൈറ്റ് പോയിന്റ് ആവശ്യം വരുന്നില്ല. അപ്പോൾ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ മാത്രമേ നമ്മൾ ലൈറ്റ് പോയിന്റ് ചെയ്തിട്ടുള്ളൂ. കോൺക്രീറ്റ് ചെയ്യുമ്പോഴും ഒരാൾ നോക്കുന്നത് നന്നായിരിക്കും. ഇവരെ കോൺക്രീറ്റിന്റെ പണിക്കാരുണ്ടെങ്കിൽ വളരെ ഹൈ സ്പീഡും അതുപോലെ നമ്മളെ പൈപ്പൊന്നും അവർക്ക് നോക്കാൻ സമയം ഉണ്ടാവില്ല. അതുപോലെ കോൺക്രീറ്റ് പുറത്തങ്ങ് ഇട്ട് എറിയലോ. അപ്പോൾ ജസ്റ്റ് ഒരാളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ നമുക്ക് അത്രയും നന്നാവും. അതായത് എന്തെങ്കിലുമൊക്കെ ബ്ലോക്ക് ആയിട്ട് എവിടെയെങ്കിലൊക്കെ ഈ ലൂസിലൊക്കെ എവിടെയെങ്കിലും അവർ അടിച്ച് പൊട്ടുക അല്ലെങ്കിൽ പൈപ്പ് ഡാമേജ് ആവുക എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കോൺക്രീറ്റ് മൊത്തം ഉള്ളിൽ കയറിയിട്ടില്ല, പിന്നെ നമുക്ക് ഒന്നും കിട്ടാത്തൊരവസ്ഥ വരും. എന്നാലും അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് എവിടെയെങ്കിലൊക്കെ 2-3 ഡ്രോപ്പ് ഞാൻ ഇറക്കിയിട്ടുണ്ട്. നമുക്ക് വേണ്ടി മിസ്സിങ് വരാൻ പാടില്ല എന്നതുകൊണ്ടാണ്. നിങ്ങൾ ഒറ്റ ഡ്രോപ്പ് മാത്രം ഇറക്കരുത്. ഇതുവരെ നമ്മളെ പൈപ്പ് ഇതുകൊണ്ടോ ബാൽക്കോന്റെ പൈപ്പാണ്. നമ്മൾ ഫുള്ളായിട്ട് കൺസീൽഡായിട്ട് ഉപയോഗിക്കുന്നതും എല്ലാം ബാൽക്കോന്റെ പൈപ്പ് തന്നെ നമ്മൾ സാധാരണ ഉപയോഗിക്കാറ്. അപ്പോൾ വീടിന്റെ വയറിങ്ങെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ അധികം റൂംസിലെല്ലാം ഫാനിന്റെ പോയിന്റ് ആയിരിക്കും ഇറക്കാറ്. ഇപ്പോൾ ഒരുപാട് LED എല്ലാം ഉണ്ടായതുകൊണ്ട് ഒരുപാട് ലൈറ്റ് പോയിന്റ് എല്ലാം ഉണ്ടാകാറുണ്ട്. അപ്പോൾ അവിടെ എല്ലാം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ല പൈപ്പ് ഉപയോഗിക്കുക, അതുപോലെ ജംഗ്ഷൻ നല്ല ഉപയോഗിക്കുക, സോൾവെന്റ് എന്തായാലും ഇടണം. ഈ സോൾവെന്റ് തേച്ചിട്ട് വേണം നമ്മളിത് കണക്ട് ചെയ്യേണ്ടത്, പൈപ്പുകൾ കണക്ട് ചെയ്യേണ്ടത്. അതുപോലെ ഡ്രോപ്പ് ഇറക്കുന്ന ഭാഗത്തും എന്തെങ്കിലും ഒരു ഇൻഡിക്കേഷൻ ആക്കിയിട്ട് ഒരു മാർക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ ഒരു ടാപ്പ് അടിച്ചിട്ടുണ്ട്. അതുപോലെ കുറച്ച് ഒരു പേപ്പറൊക്കെ താഴേക്ക് ആക്കിയിട്ട് കുറച്ച് അധികം ആക്കിയിട്ടുണ്ട്. നമുക്ക് പിന്നീട് ഇത് സപ്പോർട്ടെല്ലാം കോൺക്രീറ്റിന്റെ സപ്പോർട്ടെല്ലാം പൊളിച്ചതിന് ശേഷം നമ്മൾ എടുക്കുമ്പോൾ അതായത് ജംഗ്ഷനിൽ കണ്ടെത്തുമ്പോൾ പെട്ടെന്ന് കാണാൻ നമുക്ക് പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ കോൺക്രീറ്റിലുള്ള പൈപ്പിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ
നമുക്ക് ഇതിനെക്കാട്ടി നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മളെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോ. ഇലക്ട്രിക്കൽ സംബന്ധമായ എല്ലാ വിവരങ്ങളും നമ്മുടെ ചാനലിലൂടെ ഉണ്ട്.